വർഷം 1998. മാരുതി അരങ്ങുവാഴുന്ന കാലം. ഇന്ത്യക്കാർ ഇതുവരെ കാണാത്ത ബോഡി സ്റ്റൈലിംഗുമായി ഒരു കമ്പനി വന്നു. ഫാഷന് പേരുകെട്ട ഫ്രാൻസിലെ സെയിന്റ് ട്രോപ്പസ് എന്ന നഗരത്തിന്റെ പേരിൽ നിന്ന് അവർ ആ വാഹനത്തിന് പേര് നൽകി, സാൻഡ്രോ. ടോൾ ബോയ് ഡിസൈൻ ഇന്ത്യക്കാർക്ക് പരിചിതമാക്കുന്ന ആദ്യ മോഡലായിരുന്നു സാൻഡ്രോ. പക്ഷെ സംശയാസ്പദമായിരുന്നു സാൻഡ്രോയുടെ ലോഞ്ചിങ്. പെട്ടെന്ന് മാറ്റങ്ങൾ ദഹിക്കാത്ത ഇന്ത്യൻ മാർക്കറ്റിൽ സാൻഡ്രോ ഫാഷനബിൾ കാറായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. പ്രധാന കാരണം ഡിസൈൻ തന്നെയാണ്. പിറകിലെ ബമ്പർ എവിടെയോ ഒരു ഇൻഡിഗ വൈബ് തോന്നി. അങ്ങനെ ഹ്യുണ്ടായുടെ വരവോടെ പലരും ബ്യൂട്ടിയെ പറ്റി ചിന്തിച്ചു തുടങ്ങി. പിൽക്കാലത്ത് ഫീച്ചറും. പ്രായമായവർക്കും ഉയരം കൂടിയവർക്കും സാൻഡ്രോയെ കുറച്ചധികം ഇഷ്ടമാകും. എല്ലാ ഭാഗത്തിലും മിനിമം ക്വാളിറ്റി കാണാം. അതിനി ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും റിലയബിലിറ്റിയുടെ കാര്യത്തിലായാലും. റിലയബിലിറ്റി എന്ന് പറഞ്ഞത് പെട്രോൾ എഞ്ചിൻ മാത്രമാണേ. എല്ലാ ഭാഗങ്ങളിലും ഡിസൈന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു ഡോർ ഹാൻഡിലിൽ പോലും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ ഹ്യുണ്ടായി ലോഗോയുടെ ഒരു ടച്ച് അവിടെ കാണാം. ലൈറ്റ്സിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ ഭാഗത്തും ഹാലജൻ തന്നെയാണ്. കോ ഡ്രൈവർ സൺവൈസറിൽ ഒരു മിറർ കണ്ടു. ആദ്യം വന്ന എഞ്ചിൻ ഓപ്ഷൻ ഒരു 999 cc 4 സിലിണ്ടർ MBFA ആയിരുന്നു. അത് ഏകദേശം 55 bhpയും 80 Nm ടോർക്കും ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഒരു 5 സ്പീഡ് മാനുവൽ സപ്പോർട്ടിനായിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരന്റെ ലുക്ക് ഇതായിരുന്നു. അടുത്ത ഫേസ് ലിഫ്റ്റിൽ ലൈറ്റുകളെല്ലാം ക്ലിയർ ലെൻസ് ആയി. മാത്രമല്ല എമിഷൻ നോംസിന്റെ ഭാഗമായിട്ട് പുതിയ എഞ്ചിനും ഇതിലേക്ക് വന്നു. അങ്ങനെ വന്നതാണ് 1.1 ലിറ്റർ MBFA എഞ്ചിൻ. 1086 cc 68 bhpയും 99 Nm ടോർക്കും ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും. ഫുൾ വാൽവും SOHCയുമായിരുന്നു. അത്യാവശ്യം പെപ്പിയാണ്, എന്നാൽ സെൻ പോലെ ഡ്രൈവേഴ്സ് കാർ അല്ല. ഉയരെ കൂടുതൽ വലിയ സ്പീഡ് എടുക്കുമ്പോൾ അണ്ടർസ്റ്റിയർ ആകും പോലെ തോന്നി. ശരിക്കും ഒരു ടൗൺ കാർ. പെട്രോളിന്റെ 4 സിലിണ്ടർ സ്മൂത്ത്നെസ്സും പെപ്പിനെസ്സും റിലയബിലിറ്റിയും ഇവിടെയുണ്ട് എന്ന് സാരം. പക്ഷെ മൈലേജ് ആണ് അത്ര തൃപ്തികരമല്ല. സാൻഡ്രോ അന്നും ഇന്നും. എന്നാൽ മാരുതിയെക്കാട്ടിയും കംഫർട്ടാണ്. മുന്നിൽ സ്റ്റഡും പിറകില് കോയിൽ സ്പ്രിങ്ങും ഡാമ്പറുമാണ്. മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിറകില് ഡ്രമ്മും തന്നെയാണ്. ചവിട്ടിയാൽ എങ്ങനെയെങ്കിലും നിൽക്കണമെന്ന ചിന്ത മാത്രമായ അന്ന് ABSന് സ്ഥാനമില്ലായിരുന്നു. ഉള്ളിലും കംഫർട്ടാണ്, നല്ല ഹെഡ് റൂം ഉണ്ട്. സീറ്റ്സ് എല്ലാം ഫാബ്രിക് ആണ്, എന്നാൽ വശങ്ങളിലും പിറകിലെ ഭാഗവും ചെറിയ ലെതററ്റാണ്. ഫാബ്രിക്കിന്റെ ഡിസൈൻ പാറ്റേൺ പഴയ കോളസിന്റെ സീറ്റ്സിനെ ഓർമ്മിപ്പിച്ചു. ഇതിന്റെ ബാക്കി പത്രം ഡോർ പാഡിലും കാണാം. ഫാബ്രിക് മാത്രമല്ല, ഡോർ പാഡിന്റെ ചുറ്റുപാടും സോഫ്റ്റ് ടച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനം 5 സീറ്റർ ആണ്. 4 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. ഫിറ്റ് ആൻഡ് ഫിനിഷിലും മുന്നിൽ തന്നെയാണ് ഹ്യുണ്ടായുടെ സാൻഡ്രോ. പ്രാക്ടിക്കാലിറ്റി എന്ന് പറയാൻ ഒന്ന് ടോൾ ബോയ് ഡിസൈനും പിന്നെ സ്റ്റോറേജ് ആയി ഗ്ലോ ബോക്സും ഇത്തിരി ഡിക്കിയും കഴിഞ്ഞ ഡ്രൈവർ സൈഡ് ഡോറിൽ ഫയൽ പോക്കറ്റ് പോലെ ഒരു ചെറിയ സ്ഥലം. പിന്നെ സ്റ്റിയറിംഗ് വീലിനടിയിലായി എന്തിനോ വേണ്ടി കുറച്ച് സ്ഥലം കണ്ടു. ഗിയർ ലിവറിന്റെ ഭാഗത്തായി കപ്പ് ഹോൾഡറും കണ്ടു. റിയർ ഗ്ലാസ്സിൽ വൈപ്പറും വാഷറും കണ്ടു. പക്ഷെ ഡീഫോഗർ കണ്ടില്ല. ഇനി വരാത്തതാണോ ഗ്ലാസ് റീപ്ലേസ് ചെയ്തതാണോ എന്ന് അറിയില്ല. 60/40 അല്ലെങ്കിലും സീറ്റ് മുഴുവനായി ഫോൾഡ് ചെയ്യാം. ഡാഷ്ബോർഡിലോട്ട് വന്നാൽ നല്ല AC വെൻസും 12 വോൾട്ട് സോക്കറ്റും ആസ്ട്രയും കാണാം. AC നോബ് എനിക്ക് ഇഷ്ടമായി. ഫാൻ റോട്ടറിന്റെ നടുവിലായി AC ഓൺ ഓഫ് ബട്ടണും അതിന്റെ ചുറ്റുമുള്ള ഡിസൈനൊക്കെ എവിടെയോ G-ഷോക്ക് വാച്ചിനെ ഓർമ്മ വന്നു. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും അന്നത്തെ തറവാടിത്തം കാണിച്ചു തരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ്, ഹൈഡ്രോളിക് ആണ്. പിറകിലെ ലെഗ് റൂം കുറവാണ്, ചെറിയ സെൻട്രൽ ടണലൊക്കെ ഉണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോയും മാനുവൽ സെൻട്രൽ ലോക്കും ഒക്കെ അന്നത്തെ വെരി ലക്ഷറിയസ് കാർ ആയിരുന്നു സാൻഡ്രോ സിപ്പ് എന്ന് നിസ്സംശയം പറയാം. സേഫ്റ്റി ആയിട്ട് സീറ്റ് ബെൽറ്റും ഈ ചൈൽഡ് ലോക്കും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ടേണിംഗ് റേഡിയസ് കുറഞ്ഞ വാഹനമാണ് സാൻഡ്രോ. ഇത്തരം കാറൊക്കെ ഇന്ന് ശ്രദ്ധിക്കണേ. വാഹനത്തിനോടും ആ കാലഘട്ടത്തിനോടും ഇഷ്ടമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആർക്കും കണക്ട് ആകണമെന്നില്ല. ഇനി ഹ്യുണ്ടായി വാഹനങ്ങളെ പറ്റി പറഞ്ഞാൽ വിൽപ്പനയിൽ മുന്നിലല്ലെങ്കിലും എല്ലായ്പ്പോഴും കുറ്റം കുറച്ച് കേൾക്കുന്ന വാഹനമായി തുടരുന്നു. ഇത്രയും നേരം ഹ്യുണ്ടായി എന്ന് പറഞ്ഞത് ഇനി ഹുണ്ടി എന്നാണ് ഹ്യുണ്ടായി എന്നാണ് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ബൈ ദ ബൈ, ഹ്യുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ആദർ സൈനിങ് ഔട്ട്. ഓട്ടോ ക്യാപ്സൂൾ.